രാവിലെ റോസിക്കോഴി കോഫി കുടിച്ച് ബിസ്ക്കറ്റും തിന്ന് തന്റെ ലാപ്ടോപ്പിൽ ഇന്റർനെറ്റിൽ വാർത്ത വായിക്കുകയായിരുന്നു. ഓ മൈ ഗോഡ്, ഇത് സത്യമാണോ? എന്തൊരു അപകടമാണ് വരുന്നത്! എന്തെങ്കിലും ചെയ്യണം. ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴുന്നു. ഓടിക്കോ ഓടിക്കോ, ചന്ദ്രൻ താഴെ വീഴും മുൻപ് ഓടിക്കോ. അവൾ വഴിയിൽ വച്ച് വെള്ളത്താറാവിനെ കണ്ടു. നീ ഇങ്ങനെ നിൽക്കാതെ വേഗം ഓടി രക്ഷപ്പെട്ടോ, ചന്ദ്രൻ താഴേക്ക് വീഴാൻ പോകുന്നു. ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനിത് ഇന്റർനെറ്റിൽ വായിച്ചതാണ്. ഓടിക്കോ ഓടിക്കോ, ചന്ദ്രൻ താഴെ വീഴും മുൻപ് ഓടിക്കോ. അവർ വഴിയിൽ വച്ച് കിന്നരിക്കാക്കയെ കണ്ടു. നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം പറന്ന് രക്ഷപ്പെട്ടോ, ചന്ദ്രൻ താഴേക്ക് വീഴുന്നു. ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഇന്റർനെറ്റിൽ വായിച്ചതാണ്. ഓടിക്കോ ഓടിക്കോ, ചന്ദ്രൻ താഴെ വീഴും മുൻപ് ഓടിക്കോ. അവർ വഴിയിൽ വച്ച് മത്തിത്തത്തമ്മയെ കണ്ടു. മത്തി മത്തി, നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം പറന്ന് രക്ഷപ്പെട്ടോ, ചന്ദ്രൻ താഴെ വീഴാൻ പോകുന്നു. ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഇന്റർനെറ്റിൽ വായിച്ചതാണ്. ഓടിക്കോ ഓടിക്കോ, ചന്ദ്രൻ താഴെ വീഴും മുൻപ് ഓടിക്കോ. അവർ പോകുന്ന വഴിയിൽ തന്റെ കഫേക്ക് മുന്നിലിരുന്ന് ലാപ്ടോപ്പിൽ നോക്കുന്ന കറക്കൻ കുറുക്കനെ കണ്ടു. കറക്ക കറക്ക, നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം രക്ഷപ്പെട്ടോ, ചന്ദ്രൻ താഴേക്ക് വീഴാൻ പോകുന്നു. ഓ മൈ ഗോഡ്, ശരിയാണല്ലോ. ഇന്റർനെറ്റിൽ വാർത്തയുണ്ട്, ചന്ദ്രൻ താഴേക്ക് വീഴുന്നു. ഓടിക്കോ ഓടിക്കോ, ചന്ദ്രൻ താഴെ വീഴും മുൻപ് ഓടിക്കോ. നിങ്ങൾ ആരും പേടിക്കണ്ട. നിർഗുണ കേവ്സിൽ എന്റെ സ്വന്തം ഗുഹയുണ്ട്. അവിടെ ഇരുന്നാൽ സേഫാണ്. ചന്ദ്രൻ വീണാലും ഒന്നും സംഭവിക്കില്ല. അവർ എല്ലാവരും കുറുക്കന്റെ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അന്ന് രാത്രി കഴിഞ്ഞ് നേരം വെളുത്തു. ഗുഹയിൽ നിന്ന് കുറുക്കൻ മാത്രം പുറത്തേക്ക് വന്നു. മറ്റ് 4 പക്ഷികളും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നതേയില്ല. അവർക്ക് എന്തു പറ്റിയെന്ന് ഇന്നും ആർക്കും അറിയില്ല. കുറുക്കനാകട്ടെ തന്റെ കഫേയിൽ വന്നിരുന്ന് പുതിയ വാർത്തയുണ്ടാക്കി. മാനം താഴേക്ക് വീഴുന്നു.